ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. കോമഡി ആണോ അതോ സീരിയസ് ആണോ? കോമഡി കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിവിൻ പോളി ടോട്ടലി? Love it so much. We don't even understand Malayalam, but we can feel and understand the sentiment of the movie. It's so fun and beautiful. What about characters? Oh, the character. We love the ghost. She wants to be best friends with the ghost. She said if the ghost was here, we would be such good friends. And also the main actor, Niven. Yeah, he's so great. He brings you in and he's sweet and curious. It's really fun to watch. Yeah, thank you. പെർഫോമൻസ് ആണ്. നിവിൻ പോളി ആണെങ്കിൽ അജു വർഗീസ് തമ്മിലുള്ള കോംബോ, അവർ ഇത്രയും സിനിമ കഴിഞ്ഞിട്ട് അവർ പേറിങ്ങിൽ ഒരു റിപ്പീറ്റേഷൻ തോന്നുന്നില്ല. അവരിത് വേറൊരു രീതിയിലാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക്കലി അടിപൊളിയാണ്. പിന്നെ റിലേഷൻസ്, ഇങ്ങനെ ഒരു നമ്പൂതിരി ഫാമിലി, അങ്ങനെ നമ്മൾ അധികം കണ്ടില്ലാത്ത ഒരു ഫാമിലി സെറ്റപ്പൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു സുഖം ആ സിനിമയ്ക്കകത്തുണ്ട്. മ്യൂസിക്കലി വളരെയധികം അങ്ങനെ നമ്മളെ ഹാർഡായിട്ട് നമ്മുടെ കാതടുപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സിനിമയെ എപ്പോഴും എൻജോയ് ചെയ്യാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്. ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമോഷണലി കണക്റ്റാണ്. ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് നേരിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരുടെ ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു UA സർട്ടിഫൈഡ് ഒരു പ്രേതപടം എന്ന് പറയുന്നത് തന്നെ അതിനകത്തുള്ള ഒരു കൗതുകമാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സാധാരണക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ റോളുകളിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് തിരിച്ചു വന്നിട്ട് ആ സുഖമുള്ള നിവിൻ പോളിയുടെ ഒരു അഭിനയം, ആ ഒഴുക്കും ഹ്യൂമർ ടൈമിങ്ങും എല്ലാം ഈ സിനിമയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. അജു വർഗീസ് ഇത് പറഞ്ഞാൽ അവരിത് മുമ്പ് ചെയ്ത വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം. അവരുടെ ആ ഒരു പണ്ടത്തെ അവരുടെ കോമ്പിനേഷൻ്റെ സംഭവങ്ങളൊന്നും റിപ്പീറ്റ് ആവാതെ ഈ ഒരു സീനിനകത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള പെയറായിട്ട് ഒരു പുതിയ പെയർ പോലെ തന്നെ അവർ വീണ്ടും വരുന്നുണ്ട്. കാരണം ഇത്രയും വർഷത്തെ അവരുടെ ഒരു അഭിനയ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരൊന്നുകൂടെ രസകരമായിട്ട് സ്ക്രീനിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അജു വർഗീസ് കോംബോ ആണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ട്, ഞാനത് പറയുന്നില്ല. ആ ഒരു ഇതുമായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ എല്ലാം വളരെയധികം ഇമോഷണലി ടച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിക്കിടയിൽ ഫസ്റ്റ് ചോയ്സ് ഈ സിനിമയായിരിക്കും ഈ ക്രിസ്മസിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.